ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്, ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബം എപ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ കുടുംബം കെട്ടിപ്പടുത്തുമ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് രുചിച്ചറിയുവാൻ കഴിയും. അതെപ്പോഴും നിത്യമായിട്ടുള്ള അനുഗ്രഹമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും മക്കൾക്കും അതേതായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അവർ എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻപടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് നാം പഠിച്ചു, ഗ്രഹിക്കുകയും ചെയ്തു. ഇവിടെ നാം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നാം പഠിച്ചു, നമ്മുടെ ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയാകുന്ന യെരൂശലേം പണിയണം, പ്രാർത്ഥനയാകുന്ന യാഗപീഠം പണിയണം എന്നതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം അതെല്ലാം നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും മറ്റ് വന്യജീവികൾ, പിശാച് അകത്തേക്ക് കടക്കാതിരിക്കുവാൻ ചുറ്റും മതിൽ പണിയണം. മതിലിൽ 10 വാതിലുകൾ പണിയണം. ആ 10 വാതിലുകളും നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി. അതിൽ 5 വാതിലിനെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ബാക്കിയുള്ള 5 വാതിലാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. നെഹെമ്യ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ വായിക്കുമ്പോൾ ബാക്കിയുള്ള 5 വാതിലുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 6-ാമത്തെ വാതിൽ എന്ന് പറയുന്നത് ഉറവ വാതിൽ, 7-ാമത്തെ വാതിൽ വീട് വാതിൽ, 8-ാമത്തെ വാതിൽ നീർവാതിൽ, 9-ാമത്തെ വാതിൽ കുതിരവാതിൽ, 10-ാമത്തെ വാതിൽ കിഴക്കേ വാതിൽ എന്നിങ്ങനെ ബാക്കിയുള്ള 5 വാതിലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ആദ്യത്തെ 5 വാതിലുകൾ മനസ്സിലാക്കിയത് ആ ഓരോ വാതിലുകളും അതിൻ്റേതായിട്ടുള്ള ആത്മീയ അന്തരീക്ഷവും ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹത്തിലൂടെ ദൈവം നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബാക്കിയുള്ള 5 വാതിലും അപ്രകാരം തന്നെയാണ്. ഇവിടെ 6-ാമത്തെ വാതിൽ പറയുന്നത് ഉറവ വാതിൽ. ഉറവ വാതിൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ഉറവയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ യാക്കോബ് എവിടെയെല്ലാം പോയി കിണർ, ഉറവ എന്ന് പറയുമ്പോൾ വെള്ളം ലഭിക്കുന്ന ഒരു ഉറവിടം, കിണർ എന്ന് പറയും. നമുക്കിപ്പോൾ കിണർ കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ, ബോർവെല്ലൊക്കെയാണ്, പിന്നെ പൈപ്പിലൂടെ വെള്ളം കിട്ടും. പണ്ട് ജനങ്ങൾ യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ ഒരു കിണർ കുഴിച്ച് വെള്ളം കാണുന്നു എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അന്ന് അന്യദേവന്മാരെ ആരാധിക്കുന്നവർ അവരുടെ പൂജകളും ബലികർമ്മങ്ങളുമെല്ലാം അർപ്പിച്ചതിന് ശേഷം അവർ ഒരു കിണർ കുഴിക്കും. ആ കിണർ കുഴിച്ചതിന് ശേഷം അവർക്ക് വെള്ളം കാണും. എന്നാൽ ആ വെള്ളം എന്നേക്കും നിലനിൽക്കില്ല. അവർ അവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ കിണർ കുഴിക്കുവാനും പൂജാ രീതികളിലേക്ക് പോകും. എന്നാൽ അവർ ഉപേക്ഷിച്ചു പോയ സ്ഥലത്തിൽ ദൈവം അബ്രഹാമിനെ ആയിരുന്നാലും യാക്കോബിനെ ആയിരുന്നാലും കൊണ്ടുവന്ന് അവരുടെ യാഗപീഠങ്ങൾ അല്ലെങ്കിൽ അന്യദേവന്മാരുടെ യാഗപീഠങ്ങളെ, ബലിപീഠങ്ങളെയെല്ലാം മാറ്റിയതിനു ശേഷം യഹോവയുടെ യാഗപീഠം അവിടെ പണിയാൻ വെച്ചു. അവിടെ ഒരു യാഗം അർപ്പിച്ചു. അവർ ഉപേക്ഷിച്ചു പോയ ഉറവുകളെയെല്ലാം ഇവർ വൃത്തിയാക്കി. ആ ഉറവ് കുഴിച്ചതിന് ശേഷം യാക്കോബിൻ്റെ കിണർ എന്ന് പുതിയ നിയമ പുസ്തകത്തിൽ ശമര്യക്കാരത്തിയുടെ ജീവിതം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. നിത്യമായിട്ടുള്ള ജലം അവിടെ ലഭിക്കുന്നു. അതുതന്നെയാണ് ക്രിസ്തുവാകുന്ന ഉറവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നാം പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവാകുന്ന ഉറവ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ഉറവാകുന്ന ആ വാതിൽ നിങ്ങൾ പണിയണം. ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ പോകുമ്പോഴും ക്രിസ്തുവാകുന്ന ഉറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവാകുന്ന ഉറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തും. അത് ഒരിക്കലും നിലച്ചു പോകില്ല. ആ ഉറവിൽ നിന്നും വരുന്ന വെള്ളം ഒരിക്കലും നിലച്ചു പോകില്ല. എപ്പോഴും നിലനിൽക്കുന്ന വെള്ളമായിരിക്കും. നിങ്ങൾക്ക് ജീവനും തേജസ്സും ചൈതന്യവും തരുന്ന ജീവന്റെ ജലമായിരിക്കും. ക്രിസ്തുവാകുന്ന ഉറവ് എന്ന് പറയുന്ന ഉറവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ?
ഇല്ല എങ്കിൽ പ്രാർത്ഥനയോടുകൂടി ആ ഉറവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഉറവ് വാതിലൂടെ നിങ്ങൾ കടക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൽ ക്രിസ്തുവാകുന്ന ഉറവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടോ, ഓരോ പ്രവർത്തനത്തിൽ വെച്ചിട്ടുണ്ടോ, ഓരോ ചിന്തയിൽ വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഏഴാമത്തെ വാതിൽ വീട്ടുവാതിൽ. വീട്ടുവാതിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? നാം നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തണം എന്നതിനെക്കുറിച്ച്, നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നതിനെക്കുറിച്ചാണ് വീട്ടുവാതിൽ സൂചിപ്പിക്കുന്നത്. പെരുന്നാളുകൾ ഉണ്ടായിരുന്നു, അതിൽ കൂടാര പെരുന്നാൾ ഉണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടക്കുന്ന പെരുന്നാളുകളിൽ കൂടാര പെരുന്നാളുണ്ട്. അവർ കൂടാര പെരുന്നാളിലേക്ക് പോകുമ്പോൾ ഈ വാതിലിലൂടെ, വീട്ടുവാതിലൂടെയാണ് കടന്നു പോവുകയും വരികയും ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? അവർ അവരുടെ സ്വന്തം ഭവനം വെടിഞ്ഞ് കൂടാരം അണിഞ്ഞ് അല്ലെങ്കിൽ കൂടാരം അവിടെ അടിച്ച് അവർ അവിടെ പാർക്കുകയും എൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു ദിവസം പോകും എന്ന പ്രത്യാശയോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ വീട്ടുവാതിലൂടെയാണ് കടക്കുന്നത്. വീട്ടുവാതിൽ പണിയുന്നത് നാം ഈ ഭൂമിയിൽ ആ കൂടാരം, അന്ന് ഇസ്രായേൽ മക്കൾ ആ കൂടാരം അവിടെ അവർ ചിന്തിക്കുന്നത് ഇത് എപ്പോഴും നിത്യമായിട്ടുള്ള കൂടാരമല്ല, ഒരു ഭവനം ഉണ്ട്. സ്വർഗീയ പിതാവ് നമുക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്, ആ ഭവനത്തിലേക്ക് നാം പോകും എന്ന ആ ഒരു പ്രത്യാശയോടെയാണ് കൂടാര പെരുന്നാൾ അവിടെ നോക്കുന്നത്. നാമോ വീട്ടുവാതിൽ നമ്മുടെ ജീവിതത്തിൽ പണിയണം. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ വീട്ടുവാതിലൂടെ കടന്ന്, ആത്മീയമായിട്ട് വീട്ടുവാതിലൂടെ കടന്ന് പ്രാർത്ഥിക്കുക. അങ്ങ് ഈ ഭൂമിയിൽ എനിക്ക് മനോഹരമായിട്ടുള്ള ഭവനം തന്നിട്ടുണ്ട്, എന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള ഭവനം അങ്ങ് സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. ഇതിലും മനോഹരമായിട്ടുള്ള ഭവനമാകുന്ന പുതിയ യെരൂശലേം അങ്ങ് ഈ ഭൂമിയിൽ തന്നെ എനിക്ക് സ്ഥാപിച്ചു തരും എന്ന പ്രത്യാശയാകുന്ന വീട്ടുവാതിൽ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം ഉണ്ടായിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള വീട് നിങ്ങൾക്ക് ഏത് രീതിയിലായിരുന്നാലും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. പ്രത്യാശയോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്തുവാൻ സാധിക്കാം. ആമേൻ. ഇനി എട്ടാമത്തെ വാതിൽ പറയുന്നത് നീർവാതിൽ. നീർന്ന വെള്ളം. നീർവാതിൽ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? എപ്പോഴും വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്ന വാതിൽ, വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന വാതിൽ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എന്താണ് ഈ വെള്ളത്തെ സൂചിപ്പിക്കുന്നത്? കർത്താവായ ദൈവം, കർത്താവായ പുത്രൻ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, ഇവരുടെ മൂന്ന് പേരും നമുക്ക് നൽകിയിട്ടുള്ള തിരുവചന സത്യമാകുന്ന ജലം ആ വാതിലൂടെ എപ്പോഴും ഒഴുകുന്നുണ്ടോ? നിങ്ങൾ ദിനം പ്രതി നീർവാതിലൂടെ കടക്കേണ്ട ആവശ്യമുണ്ട്. നീർവാതിലൂടെ നിങ്ങൾ കടക്കുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ വചനപ്രകാരം അനുസരിച്ചാണോ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി വചനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനം പറഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ? മക്കളെ പഠിപ്പിക്കുവാൻ പോയി ഇരുത്തുമ്പോൾ അവർക്ക് ആദ്യം ദൈവത്തിൻ്റെ വചനം പഠിക്കുക, പിന്നെ മറ്റു വചനം പഠിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നു എന്ന ഒരു നീർവാതിൽ നിങ്ങളുടെ ഭവനത്തിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നീർവാതിൽ പണിയുക. ആമേൻ. നീർവാതിൽ, എൻ്റെ വചനപ്രകാരം ഞാൻ ജീവിക്കും, വചനപ്രകാരം പ്രവർത്തികൾ ചെയ്യും, വചനപ്രകാരമുള്ള ചിന്തയായിരിക്കും, എൻ്റെ വചനപ്രകാരം തന്നെയാണ് എൻ്റെ കുടുംബത്തെ ഞാൻ നയിക്കുന്നത്. വചനത്തിൽ എപ്രകാരമുള്ള തുണയെ കണ്ടെത്തണം, എപ്രകാരം നിങ്ങൾ ഭർത്താവ് എപ്രകാരമായിരിക്കണം, ഭാര്യ എപ്രകാരമായിരിക്കണം, മക്കൾ എപ്രകാരമായിരിക്കണം, നിങ്ങളുടെ കുടുംബ ജീവിതം എപ്രകാരം വഴി നടത്തണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുക മാത്രമല്ല, ദിനം പ്രതി ഗ്രഹിക്കുവാനും ദിനം പ്രതി വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാനുള്ള വചനമാകുന്ന നീർവാതിൽ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെക്കുന്നുണ്ടോ? നിത്യമായിട്ട് അത് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആമേൻ. അപ്രകാരം നീർവാതിൽ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ആ ഉറവ വാതിൽ കഴിഞ്ഞു, വീട് വാതിൽ കഴിഞ്ഞു, ഉറവയും നീർവാതിലും തമ്മിൽ നടുക്കൊരു വീട് വാതിലുണ്ട്. തീർച്ചയായിട്ടും ഉറവാതിൽ കർത്താവായ യേശു ക്രിസ്തു. നീർവാതിൽ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ നടുക്ക് ആ പ്രത്യാശയാകുന്ന നമ്മുടെ ഭവനത്തെ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അപ്രകാരം തന്നെ ആയിരിക്കണം. ആ ശമര്യക്കാരി സ്ത്രീ തൻ്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ഉറവയിൽ നിന്നും
അവിടെ നിത്യമായിട്ടുള്ള ജീവന്റെ ജലം കോരിക്കൊടുത്തപ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിൽ പിന്നെ പ്രയാസവും പ്രതികൂലം ഉണ്ടായെന്നല്ല, ആ സ്ത്രീയുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതികൂലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു തെറ്റിലേക്കും പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഉറവയെ കണ്ടുകൊണ്ട് നിത്യവും ആ ഉറവയിൽ നിന്നും ജീവന്റെ ജലമാകുന്ന വചനം കോരി കുടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ സ്ത്രീ എത്തിയെന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു, ദൈവം അല്ലെങ്കിൽ ക്രിസ്തു വചനമായ എന്ന് പറയുന്നു. ക്രിസ്തു എന്ന് പറയുന്നത് ഉറവയാണ്. ക്രിസ്തുവാകുന്ന ഉറവയിൽ നിന്നും ലഭിക്കുന്ന നീർ ജലമാണ് ഈ ദൈവത്തിൻ്റെ വചനം. ദിനം പ്രതി ക്രിസ്തുവാകുന്ന ഉറവയിൽ നിന്നും ലഭിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ദിനം പ്രതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ ഉറവയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നാം ജലം കോരി കുടിക്കുന്നുണ്ടോ? നീർവാതിലുണ്ടോ? പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ടോ? ബൈബിൾ വായിച്ച് മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുന്നുണ്ടോ? നീർവാതിൽ ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങൾ നീർവാതിൽ കൊണ്ടെത്തുക. നിങ്ങളുടെ ഓരോ ചിന്തയിലും നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ പ്രവൃത്തിയിലും ഉദ്ദേശം അല്ലെങ്കിൽ ഉപദേശം ഈ തിരുവചനത്തിൽ നിന്നും നിങ്ങൾക്ക് എത്തിക്കുന്നു ദൈവം. ആ ഉറവയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ കോരിക്കുടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്രകാരം കോരിക്കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. ആമേൻ. അത് തന്നെയാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇവിടെ വീണ്ടും ഇവിടെ 2 വാതിൽ ശേഷിക്കുകയാണല്ലേ. 8 വാതിൽ കഴിഞ്ഞു, ഇനി വീണ്ടും 2 വാതിൽ ശേഷിക്കുകയാണ്. ഇവിടെ അടുത്ത വാതിൽ പറയുന്നു കുതിരവാതിൽ. കുതിരവാതിൽ സൂചിപ്പിക്കുന്നത് യുദ്ധത്തിന് പോകുമ്പോഴും യുദ്ധത്തിന് തിരിച്ചു വരുമ്പോഴും എന്താണ്? കുതിരവാതിലൂടെ കടന്നു വരണം, കുതിരവാതിലൂടെ പോകണം. അവിടെ കുതിരവാതിലൂടെ പോകുമ്പോൾ അവിടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പടയാളി ചിന്തിക്കുന്ന ആവശ്യമുണ്ട്. ഞാൻ യാഗം അർപ്പിച്ചിട്ടാണോ പോകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളാകുന്ന സർവായുധം അണിഞ്ഞിട്ടാണോ പോകുന്നത്? ദൈവം എനിക്ക് വിജയം നൽകും എന്ന ചിന്തയോടുകൂടെയാണോ പോകുന്നത്? അതോ ഞാൻ എൻ്റെ സ്വന്തം കഴിവിലും സ്വന്തം ബലത്തിലും ഞാൻ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ യാഗമൊന്നും അർപ്പിക്കാതെ ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയം ഉണ്ടായിരിക്കും, മരണമുണ്ടായിരിക്കും. ദൈവം വിജയം നൽകുമ്പോൾ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ അവിടെ യാഗമർപ്പിച്ച് അവിടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് എനിക്ക് ദൈവം ആരോഗ്യം നൽകിയിട്ടുണ്ട്, എനിക്ക് ദൈവം ബലം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ദൈവം വിജയം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. വിജയം കർത്താവായ ദൈവം എനിക്ക് നൽകും. ഞാൻ വെറും ഉപകരണമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന സർവായുധം ഞാൻ ധരിച്ചു കൊണ്ടാണോ പോകുന്നത് എന്ന ചിന്തയോടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവർക്ക് വിജയം നൽകുമ്പോൾ ആരും മരിച്ചു പോകില്ല. അങ്ങനെ ചിന്തയുള്ളവർ തീർച്ചയായിട്ടും തിരിച്ചു വന്ന് കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദിനം പ്രതി നമ്മൾ കുതിരവാതിലൂടെ കടക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇന്ന് നാം നമ്മുടെ ജോലി സ്ഥലത്തായിരുന്നാലും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തായിരുന്നാലും, അതുപോലെ വേറെ ഏതൊരു സ്ഥലത്ത് തന്നെയായിരുന്നാലും, നാം ഇന്ന് മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലായിരുന്നാലും നമ്മൾ കുതിരവാതിലൂടെ കടക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? ഇന്ന് നമ്മൾ യുദ്ധം ആരോടുകൂടെയാണ്? യുദ്ധം ആരോടുകൂടെയാണ്? ചിലവരും പിശാചിനോടുകൂടിയാണ് യുദ്ധം. യുദ്ധം നമ്മളുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകൾ കൊണ്ടാണ്. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റായ പ്രവൃത്തികളോടുകൂടെയാണ്. നമ്മളുടെ തെറ്റായ ചിന്തയും തെറ്റായ പ്രവൃത്തികളും വരുമ്പോഴാണ് പിശാച് നമ്മളിലേക്ക് വരുന്നത്. ആ തെറ്റായ ചിന്തയും പ്രവൃത്തിയുമാകുന്ന യുദ്ധത്തിലാണ് നാം നിൽക്കുന്നത്. അപ്രകാരം തെറ്റായ ചിന്തകളും പ്രവൃത്തിയും ഈ ലോകത്തിൽ നിന്നും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാകുന്ന സർവായുധം ഞാൻ ധരിച്ചുകൊണ്ടാണോ ഇറങ്ങുന്നത് എന്ന ചിന്തയോടുകൂടെയുള്ള കുതിരവാതിൽ ആത്മീയമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെച്ചിരിക്കണം. ആമേൻ.
അപ്രകാരം നിങ്ങൾ, ഞാൻ ഇന്നെൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഞാൻ കുതിരവാതിലൂടെ പോകുന്നത്, എനിക്ക് പ്രയാസങ്ങൾ പ്രതികൂലം ഉണ്ടായിരിക്കും, ഓരോ നിമിഷവും പാപത്തിൽ എതിർത്ത് നിൽക്കേണ്ട യുദ്ധമുണ്ടായിരിക്കും, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരിക്കും. യേശുക്രിസ്തു വിജയം നൽകുമ്പോൾ ആ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുത്താതിരിക്കുവാൻ യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള സർവായുഗതമായ യേശുക്രിസ്തുവിന്റെ വചനം നാം അണിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്തയോടുകൂടി ആ കുതിരവാതിലൂടെ കടന്ന് കുതിരവാതിലൂടെ തിരിച്ചു വരിക. ആമേൻ. അപ്രകാരമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. ദിനം പ്രതി നാം കുതിരവാതിലൂടെ കടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനം പ്രതി നമുക്ക് ചിന്ത ഉണ്ടായിരിക്കണം. നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തെറ്റായ ചിന്തകളും പ്രവൃത്തിയും പാപത്തെയും നാം എതിർത്ത് നിൽക്കേണ്ട ആ ഒരു ധൈര്യവും ആ ഒരു ബലവുമാകുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന സർവായുധം നമ്മൾ ധരിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു യുദ്ധം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. എന്നാൽ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനമാകും പ്രാർത്ഥനയാകുന്ന സർവായുധം നമ്മൾ അണിഞ്ഞേ മതിയാകത്തുള്ളൂ. അപ്രകാരം അണിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ. ഇത് തന്നെയാണ് അവിടെ ആ വാതിലിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത്. അവസാനത്തെ വാതിൽ എന്ന് പറയുന്നത് കിഴക്കേ വാതിൽ. എന്താണ് കിഴക്കേ വാതിൽ? അതൊരു പ്രത്യാശയുടെ വാതിലാണ്. യെഹെസ്കേൽ പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ കിഴക്ക് നിന്നും, യെരൂശലേം ദേവാലയത്തിൽ കിഴക്ക് നിന്നും എന്താണ്? കിഴക്കേ ഗോപുരം നിങ്ങൾ അടച്ചിരിക്കണം. 6 ദിവസം അടച്ചിരിക്കണം, 7-ാം ദിവസം തുറന്നു നിൽക്കണം. കിഴക്കേ ഗോപുരത്തിലൂടെ ആ വാതിലിലൂടെ അകത്ത് ഏത് കടക്കുമെന്നാണ് പറയുന്നത്? യഹോവയുടെ തേജസ് കടക്കും. ആമേൻ. കിഴക്കേ വാതിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മീയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കിഴക്കേ വാതിൽ വെക്കണം. യഹോവയുടെ തേജസ് കടക്കേണ്ട കിഴക്കേ വാതിൽ. നാം ഒരു വീട് പണിയുമ്പോൾ നല്ല ബെഡ്റൂം ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് TV വെക്കേണ്ട സ്ഥലമുണ്ടോ? നമ്മളുടെ ഷെൽഫ് വെക്കേണ്ട സ്ഥലമുണ്ടോ? അടുക്കളയുണ്ടോ? സ്റ്റെയർ കേസ് ഉണ്ടോ? ചെടികൾ നടേണ്ട സ്ഥലമുണ്ടോ എന്നെല്ലാം നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്ക് സമാധാനത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു റൂം, ഒരു മുറി നമുക്കുണ്ടോ? പ്രെയർ ഹാൾ നമുക്കുണ്ടോ? ഒരു ചെറിയ റൂമായിരുന്നു വൃത്തിയോടുകൂടി നമുക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ആ ഒരു ആത്മീയമായിട്ടുള്ള ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിഴക്കേ വാതിൽ പണിയുന്നു. അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിന്തയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഇവിടെ പറയുന്നു കിഴക്കേ വാതിൽ എപ്പോഴും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് കിഴക്കേ വാതിൽ, അത് ദേവാലയങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നു. ആ ദേവാലയത്തിൽ ചെന്ന് നാം അത് ഒരു ദിവസം തുറന്നിരിക്കുമെന്ന് പറയുന്നു. 7-ാമത്തെ ദിവസം ശബത്ത് നാളിൽ തുറന്നിരിക്കുമെന്ന് പറയുന്നു. ശബത്ത് നാളിൽ യഹോവയുടെ ആലയത്തിൽ പോയി ദൈവത്തിന്റെ തേജസ് നമ്മൾ കൈവരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ കിഴക്കേ വാതിൽ ഇല്ല എങ്കിൽ ദൈവത്തിന്റെ തേജസ് ഭവനത്തിന് പുറത്തു നിൽക്കും, അകത്തുണ്ടാകത്തില്ല. അപ്പോൾ ഭവനത്തിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, എപ്പോഴും യഹോവയുടെ ആലയത്തിൽ പോയി ഇരിക്കുവാനുള്ള തോന്നൽ ഉണ്ടായിരിക്കും. ഭവനം തന്നിരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. ആ സ്നേഹമാകുന്ന ഭവനത്തിൽ കിഴക്കേ വാതിൽ പണിയുകയാണെങ്കിൽ നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ പോയി കിഴക്കേ വാതിൽ ഒരു തേജസ് ലഭിക്കുകയും അത് നിങ്ങളുടെ ഭവനത്തിൽ വരികയും ചെയ്യും. ആമേൻ. അത് തന്നെയാണ് പറയുന്നത്. കിഴക്കേ വാതിൽ നിങ്ങൾ പണിഞ്ഞേ മതിയാകത്തുള്ളൂ. ബാക്കിയുള്ള 5 വാതിലിനെ കുറിച്ച് നാം വളരെ വ്യക്തമായിട്ട് പഠിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം ആത്മീയമായിട്ട് ഈ 10 വാതിലുകൾ നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? കഴിഞ്ഞ ദിവസം നാം 5 വാതിലിനെ കുറിച്ച് ചിന്തിച്ചു. ഈ ദിവസം ബാക്കിയുള്ള 5 വാതിലിനെ കുറിച്ച് ചിന്തിച്ചു. ഉറവാതിലാകുന്ന ക്രിസ്തുവാകുന്ന ഉറവ നമ്മുടെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ മൂവ്മെൻറ്റിലും അതുപോലെ തന്നെ നമ്മൾ ഓരോ പടികൾ കയറി പോകുമ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ ഉറവയെ നമ്മൾ കുഴിച്ചുകൊണ്ട് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മതി വരാത്ത ആ ജലം എപ്പോഴും നിലനിൽക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് തീർന്നു പോകാത്ത അനുഗ്രഹവും വിജയവും, നമ്മൾ വീഴ്ച കഴിഞ്ഞാൽ പരാജയത്തിലേക്ക് പോവില്ല. ആ വീഴ്ചയിൽ നിന്നും ക്രിസ്തു നമ്മളെ കരകയറ്റി പിടിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോകും. വീഴ്ചകൾ ഉണ്ടായിരിക്കും, പക്ഷേ പരാജയങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നു, നിങ്ങളടുത്ത് പറയുകയാണ്,
വീടുവാതിൽ പണിയുക. എന്ത് പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ഭവനത്തെ എത്ര മോടി പിടിപ്പിച്ചിരുന്നാലും, അതുപോലെ തന്നെ എത്ര ഭംഗിയുള്ളതാക്കിയിരുന്നാലും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഭവനം കർത്താവായ യേശു ക്രിസ്തു ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ പോകുവാനുള്ള ഒരു പ്രത്യാശ, ആത്മീയ കണ്ണ് ആ ഭവനത്തിലേക്കായിരിക്കണം നമ്മൾ നോക്കേണ്ടത് എന്ന് നിങ്ങളെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും. ആ വീട് വാതിൽ എപ്പോഴും പണിയുക. പിന്നെ അവിടെ പറയുന്ന കാര്യമാണ് നീർവാതിൽ. എന്ത് ചെയ്തിരുന്നാലും, എന്ത് ചിന്തിച്ചിരുന്നാലും, എന്ത് പ്രവർത്തിച്ചിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുക. യേശു ക്രിസ്തുവിന് എൻ്റെ ഭവനത്തിൽ ഉണ്ട്. ഞാൻ പ്രാർത്ഥനയോടുകൂടെ യേശു ക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എൻ്റെ ഭവനത്തിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നു. യേശു ക്രിസ്തു ആകുന്ന ഉറവ് എൻ്റെ ഭവനത്തിൽ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ദിനം പ്രതി ദൈവത്തിൻ്റെ വചനം പഠിച്ചില്ല എങ്കിൽ യേശു ക്രിസ്തു ആകുന്ന ഉറവ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാലേ നിങ്ങളുടെ ദാഹം മാറത്തുള്ളൂ. നിങ്ങളുടെ ഈ ലോകപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദാഹമുണ്ടെങ്കിൽ അത് ആത്മീയപരമായിട്ട് നിൽക്കുകയും നിങ്ങളുടെ ദാഹം മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ആത്മീയപരമായിട്ടുള്ള ആഹാരം, ജലം, ജീവന്റെ ജലം അവിടെ നിന്ന് ലഭിക്കുകയും നിങ്ങളുടെ കുടുംബവും നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കും. അമ്മേൻ. അതിനുശേഷം കുതിരവാതിലിനെ കുറിച്ച് പറയുന്നു. കുതിരവാതിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റായ ജീവിതമാണ് നമ്മൾക്ക് നേരിടുന്ന യുദ്ധമെന്ന് പറയുന്നത്. നമ്മുടെ തെറ്റായ ചിന്തകൾ. നാം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എന്തിനേറെ പറയണം, കുടുംബത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. കുടുംബത്തിനകത്ത് തന്നെ, ഭവനത്തിനകത്തിരിക്കുമ്പോൾ, ടി വിയിൽ നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ, മൊബൈലിലൂടെ എല്ലാം നമ്മളെ തന്നെ വഴിതെറ്റിക്കുന്ന നമ്മളുടെ തെറ്റായ രീതികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം നമ്മളിൽ നിന്നും മാറുവാനും അതിൽ നിന്നും പൊരുതി മാറി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുവാനുള്ള സർവായുധ വർഗമാകുന്ന ദൈവത്തിന്റെ വചനം നാം അണിയുകയും ദിനം പ്രതി കുതിരവാതിലൂടെ കടന്ന് ഇന്ന് ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നും എനിക്ക് പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വിജയം നൽകുമ്പോൾ ഞാൻ മരിച്ചു പോകാതെ ഇരിക്കുവാൻ വേണ്ടി, നാം ആത്മീയമായിട്ട് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നാം സർവായുധ വർഗമായിട്ട് അണിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന ചിന്തയോടുകൂടെ ദിനം പ്രതി കുതിരവാതിൽ കടക്കുക. ആമേൻ. പിന്നെ അവസാനമായി പറയുന്നത് എന്താണ്? കിഴക്കേ വാതിൽ, പ്രത്യാശയുടെ വാതിൽ, ദൈവത്തിന്റെ തേജസ് കൊണ്ടുവരുന്ന വാതിൽ. ദൈവത്തിന്റെ തേജസ് യെഹെസ്കേൽ പ്രവചനം പഠിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അത് ഏത് സമയത്ത് പോയി വാങ്ങണമെന്നും വളരെ വ്യക്തമായിട്ട് യെഹെസ്കേൽ പ്രവചനം 46-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. ശബത്ത് ദിവസത്തിൽ പോകണം. ശബത്ത് ദിവസത്തിൽ ചെന്ന് അവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരിക്കും. ആ തേജസ് നമ്മൾ കൈവരിക്കുകയും അത് വീട്ടിലേക്ക്, ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അപ്രകാരം ഈ 10 വാതിലുകൾ ആത്മീയമായിട്ട് നമ്മുടെ ഭവനത്തിൽ കെട്ടിപ്പടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം സന്തോഷത്തിൻ്റെ കൊടുമുടിയിലുണ്ടായിരിക്കും. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായി ആത്മീയമായിട്ടുള്ള മതിലുകൾ പണിഞ്ഞ് 10 വാതിലുകൾ, 10 സ്വഭാവമുള്ള വാതിലുകൾ, 10 ക്രിസ്തുവിൻ്റെ അനുഗ്രഹമുള്ള വാതിലുകൾ അടിയങ്ങൾ കണ്ടു പിതാവേ. ആ 10 വാതിൽ നമ്മുടെ ഭവനങ്ങൾക്ക് ആവശ്യമാണ്, കുടുംബത്തിൽ ആവശ്യമാണ്. അത് നാം ആത്മീയമായിട്ട് പണിഞ്ഞുകൊണ്ട് അതിൻ പ്രകാരം അതിലൂടെ കടക്കുവാൻ അങ്ങ് അടിയങ്ങളെ സഹായിക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു. കരുണയുള്ള യാചന കേൾക്കണം.